വെൽക്കം ഓൾ. നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോട്ടിംഗ് ടെക്നിക്കുകളെയാണ്. ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ടെക്നിക് യൂസ്ഡ് ഫോർ സ്പെസിഫിക് DNA ഓർ RNA. അത് DNA-ക്ക് യൂസ് ചെയ്യാം, RNA-ക്ക് യൂസ് ചെയ്യാം, ഓർ പ്രോട്ടീൻസിന് യൂസ് ചെയ്യാം. DNA RNA എന്ന് പറയുമ്പോൾ ബേസിക് ലെവൽ വരും, അത് കുറച്ചുകൂടി ഇത് വരുമ്പോൾ പ്രോട്ടീൻ ആകുമ്പോൾ കുറച്ചുകൂടി വലിയ മോളിക്യൂളാണ്. പ്രോട്ടീനും ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. In a sample after separation by electrophoresis. So electrophoresis sample ന്ന് DNA, RNA, പ്രോട്ടീൻ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ സദേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞാൽ എഡ്വിൻ സദേൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്ലോട്ടിംഗ് ടെക്നിക്കാണ്. അതായത് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞ് നമുക്ക് DNA ഡിറ്റക്ട് ചെയ്യാം. DNA ഡിറ്റക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം DNA ഡൈജഷൻ ബൈ റെസ്ട്രിക്ഷൻ എൻസൈം. അപ്പൊ ഈ DNA ഡൈജസ്റ്റ് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട്. ദെൻ ജെൽ ഇലക്ട്രോഫോറസിസ്. ആഫ്റ്റർ ഇലക്ട്രോഫോറസിസ് ആണ് നമുക്കിത് ചെയ്യാൻ കഴിയുക, ബ്ലോട്ടിംഗ് ടെക്നിക്. സോ നമ്മളൊരു ജെൽ ഇലക്ട്രോഫോറസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഇലക്ട്രോഫോറസിസ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ. എന്നിട്ട് അതിനെ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇറ്റ് ഈസ് ഹൈബ്രിഡൈസ്ഡ് വിത്ത് ലേബൽഡ് DNA പ്രോബ്. DNA പ്രോബുകൾ, അതായത് DNA പ്രോബുകൾ പറയുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനുള്ളത് വെച്ചിട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ദെൻ ഡിറ്റക്ഷൻ എങ്ങനെയാവാം? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. അതായത് ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് റേഡിയോ ആക്റ്റീവ്, അപ്പൊ റേഡിയോ ലേബൽഡ് ആയിട്ടുള്ള പ്രോബുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ മെഷർ ചെയ്യുന്നത് വഴി നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദെൻ കെമിലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കെമിക്കൽ റിയാക്ഷൻ, ലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്. അപ്പൊ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യില്ല. കെമിക്കൽ റിയാക്ഷന്റെ ബേസിസിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാതെ ലൈറ്റ് ജനറേറ്റ് ചെയ്യണം. ആ പ്രൊഡക്റ്റ് ആണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അത് കെമിലൂമിനിസെന്റ് ഉണ്ട്, ബയോലൂമിനിസെന്റ് ഉണ്ട്. ബയോലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്ന ബയോളജിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ കെമിലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് കെമിക്കൽസ് തമ്മിലുള്ള ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് ഇമ്മ്യൂണോ കെമിലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൈറ്റ് സിഗ്നലിനെ മെഷർ ചെയ്യാം. അതാണ് അപ്പൊ റേഡിയോ ആക്റ്റീവ് വെച്ച് ഡിറ്റക്ട് ചെയ്യാം. ഇതിനാണ് സദേൺ ബ്ലോട്ട് എന്ന് പറയുന്നത്. ഇൻവെന്റഡ് ബൈ എഡ്വിൻ സദേൺ ആൻഡ് ഇറ്റ് ഡിറ്റക്ട് DNA. സദേൺ ബ്ലോട്ട് ഫോർ DNA. നോർത്തേൺ ബ്ലോട്ട് സദേൺ ബ്ലോട്ട് പോലെ തന്നെയാണ് വരിക, പക്ഷെ ഇറ്റ് ഡിറ്റക്ട് RNA ഇൻസ്റ്റെഡ് ഓഫ് DNA. DNA അല്ല, RNA ആണ് ഡിറ്റക്ട് ചെയ്യുക. അപ്പോ സദേൺ ബ്ലോട്ട് DNA ഡിറ്റക്ട് ചെയ്യുന്നു, നോർത്തേൺ ബ്ലോട്ട് RNA ഡിറ്റക്ട് ചെയ്യുന്നു. യൂസ് ടു സ്റ്റഡി ജീൻ എക്സ്പ്രഷൻ mRNA ലെവൽ മെസ്സഞ്ചർ RNA ലെവലിലെ ജീൻ എക്സ്പ്രഷൻ സ്റ്റഡി ചെയ്യാൻ നമുക്ക് നോർത്തേൺ ബ്ലോട്ട് യൂസ് ചെയ്യാം. ഇനി വെസ്റ്റേൺ ബ്ലോട്ട് ആകുമ്പോൾ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യുന്നു. വെസ്റ്റേൺ ബ്ലോട്ട് ടെക്നിക്കിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന DNA RNA അല്ല, പകരം പ്രോട്ടീൻ ആണ്. സോ പ്രോട്ടീൻ സെപ്പറേറ്റഡ് ബൈ സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് പോളിഅക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ച് പോളിഅക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് അവിടെ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനൊരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോബ്ഡ് വിത്ത് ആന്റിബോഡീസ്. പ്രോട്ടീൻ ആകുമ്പോൾ അത് കെമിക്കലി ആന്റിജൻ ആണെങ്കിലും ആന്റിബോഡി ആണെങ്കിലും പ്രോട്ടീൻസ് തന്നെയാണ്. സോ പ്രോബ്ഡ് വിത്ത് ആന്റിബോഡീസ്, ഇതിനെതിരെയുള്ള ആന്റി ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ വെച്ചിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പ്രോബ്ഡ് വിത്ത് എന്ന് പറഞ്ഞാൽ എക്സാക്ട്, പ്രോബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാക്ട് ഉള്ള സാധനം ടച്ച് ആയാൽ മാത്രമാണ് അതിൽ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ പ്രോബ് ചെയ്യുന്നു, എന്താ പറയുക, ട്രീറ്റ് ചെയ്യുന്നു. പ്രോബ്ഡ് വിത്തോ ട്രീറ്റഡ് വിത്ത്, ആ ടെക്നിക്കിൽ പറയുന്നതാണ് ഈ പ്രോബിംഗ് എന്ന് പറയുന്നത്. So treat with antibodies used in HIV diagnosis and protein quantification. പ്രോട്ടീൻ ക്വാണ്ടിഫിക്കേഷനും HIV ഡയഗ്നോസിനും എല്ലാം നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ട് യൂസ് ചെയ്യാം. P24 ആന്റിജൻ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ട് ടെക്നിക്സ് വെച്ചിട്ടാണ്. അപ്പൊ ഈ വെസ്റ്റേൺ ബ്ലോട്ട് ഉപയോഗിച്ച് നമുക്ക് പ്രോട്ടീൻ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഇതിൽ സദേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞാൽ DNA ഡിറ്റക്ട് ചെയ്യുന്നത് DNA RNA പ്രോബാണ്. പ്രോബ് ഉപയോഗിക്കുന്നത് ജീൻ സ്ട്രക്ചർ ഒക്കെ കണ്ടുപിടിക്കാൻ, ജെനറ്റിക് ജീൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനാണ് സദേൺ ബ്ലോട്ട്. DNA ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നോർത്തേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞാൽ RNA ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്.
DNA RNA പ്രോബുകൾ തന്നെ യൂസ് ചെയ്യുന്നത് ജീൻ എക്സ്പ്രഷൻ. ഒന്ന് ജീൻ സ്ട്രക്ചർ ആണ്, ഒന്ന് ജീൻ എക്സ്പ്രഷൻ ആണ്. ദെൻ വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്, ആന്റിബോഡിയാണ് പ്രോബ് യൂസ് ചെയ്യുന്നത്, പ്രോട്ടീൻ എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. പ്രോട്ടീൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനും ഇതിനായിട്ട് അപ്പൊ നമുക്ക് HIV ക്ലിനിക്കൽ ഡയഗ്നോസിനെല്ലാം HIV ഡയഗ്നോസ് ചെയ്യാനെല്ലാം നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ട് ഡിറ്റക്ട് യൂസ് ചെയ്യുന്നുണ്ട്. P24 ആന്റിജൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ദെൻ PCR. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറ്റിക് റീകോമ്പിനേഷൻ 1, ബ്ലോട്ടിംഗ് ടെക്നിക്ക് 2, തേർഡ് വരുന്നതാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR. ഇപ്പൊ ഒരുപാട് നമ്മളിപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാം PCR, RT-PCR, റിയൽ ടൈം RT-PCR, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എല്ലാം അത്രയും ജനറ്റിക് ലെവൽ. ഇപ്പൊ PCR എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, ട്രൂനാറ്റ്, CBNAT, ഈ ടെസ്റ്റുകളെല്ലാം PCR ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. So this is a technique used to amplify a specific DNA sequence. Polymerase chain reaction, poly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസ്, മൾട്ടിപ്ലൈ ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക. നമ്മൾ മൈക്ക് എന്താ ചെയ്യുന്നത്? നമ്മുടെ മൈക്ക് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കുകൾ ചെറിയ ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്ത് ആംപ്ലിഫയറിലൂടെ കടത്തിവിട്ട് അതിനെ വലുതാക്കി പുറത്തോട്ട് വിടുന്നു. അതാണ് ആംപ്ലിഫയർ. സോ ഇവിടെ അതേ തന്നെയാണ്, ഒരു ചെറിയൊരു DNA സീക്വൻസിനെ എടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഒരുപാടാക്കി മാറ്റുന്നു, എന്നിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു. ഇൻവിട്രോ യൂസിങ് DNA പോളിമറൈസ്. അപ്പൊ DNA പോളിമറൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ PCR ചെയ്യുന്നത്. സോ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ അലോ എക്സ്പോണൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. അപ്പോൾ DNA എടുത്ത് അതിനെ ഡീനാച്ചുർ ചെയ്യുന്നു, അതിനെ അനീലിംഗ് ചെയ്യുന്നു, ദെൻ എക്സ്റ്റൻഷൻ. സ്റ്റെപ്പ് എല്ലാം പറയാം. ഡീനാച്ചുർ ചെയ്യുന്നു, അനീലിംഗ് ചെയ്യുന്നു, ദെൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ അതിനെ ഒന്നിനെ കോപ്പി എടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു പേപ്പർ നമ്മുടെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മൾ ഇങ്ങനെ എടുത്ത് ഒരുപാടാക്കുന്നില്ലേ, അതേപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതിനാവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ട കോമ്പോണൻസ് പറയുന്നത് ഒരു DNA ടെംപ്ലേറ്റ് വേണം. ടെംപ്ലേറ്റ് DNA, ടാർഗറ്റ് സീക്വൻസ് ടു ബി ആംപ്ലിഫൈഡ്. അപ്പൊ നമ്മൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് ഇത് വേണം, കോപ്പി വേണം, ഒരു മെയിൻ കോപ്പി വേണം. എന്നിട്ടാണ് നമ്മൾ അതിനെ കോപ്പി എടുക്കുക. ഒരു നമ്മുടെ ഒറിജിനൽ വേണം. അപ്പൊ ടെംപ്ലേറ്റ് DNA, ആ ഒരു DNA എടുക്കുന്നു. ദെൻ അതിൽ പ്രൈമർ ആക്ട് ചെയ്യുന്നു. ഷോർട്ട് ഒളിഗോ ന്യൂക്ലിയോടൈഡ് കോംപ്ലിമെന്ററി ടു എൻഡ് ഓഫ് ടാർഗറ്റ്. അതായത് പ്രൈമേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വേണ്ടി നമ്മുടെ എന്താണോ ടാർഗറ്റിന്റെ ഷോർട്ട് ന്യൂക്ലിയോടൈഡ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതിനുള്ള കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഷോർട്ട് ന്യൂക്ലിയോടൈഡ് വേണം, അതാണ് പ്രൈമർ. ദെൻ DNTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ DNA. അതാണ് DNTPS എന്ന് പറയുന്നത്, ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ DNAയുടെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അത്. ദെൻ ടാക് പോളിമറൈസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ഫ്രം തെർമസ് അക്വാറ്റിക്കസ്. അതായത് ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് എല്ലാം എൻസൈം ആണ്. അപ്പൊ അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് PCR ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ഡീനാച്ചുർ ചെയ്യാനെല്ലാം ഹീറ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ട്രൂനാറ്റ് ചെയ്യുന്ന അതൊരു കാസറ്റിലാണ് ചെയ്യുക. ആ കാസറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ചൂടായിട്ടാണ്, അതിൽ സൈക്ലിംഗ് ഒരുപാട് നടക്കും. അപ്പൊ ഇത് നല്ല ഡീനാച്ചുർ ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇതിനകത്തുള്ള DNA പോളിമറൈസ് ഡീനാച്ചുറായി പോകാൻ പാടില്ല. സോ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് പ്രിപ്പയർ ചെയ്യാനാണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്നത്. ദെൻ ബഫർ പ്രൊവൈഡ് ഓപ്റ്റിമം കണ്ടീഷൻ ഫോർ എൻസൈം ആക്ടിവിറ്റി. അവിടെ ബഫർ എന്ന് പറഞ്ഞാൽ pH റെസിസ്റ്റൻസിന് pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സാധനം. സോ അപ്പൊ ഇതിനാവശ്യമുള്ള ടെംപ്ലേറ്റ് DNA, ഒരു ബേസ് ആയിട്ടുള്ള, അപ്പൊ നമ്മളൊരു ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ബേസിക്കുള്ള ഒറിജിനൽ. പ്രൈമർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഒളിഗോ ന്യൂട്ട് കോംപ്ലിമെന്ററി ടു ദ എൻഡ് ടാർഗറ്റ്. നമ്മൾ കുറെ പേപ്പർ വെക്കണം അതിന് ഇതായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ DNTPs എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ DNA. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഈ DNTPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്. D എന്ന് പറഞ്ഞാൽ ഡിയോക്സി
ഡിയോക്സി റൈബോ, ഡി എന്ന് വരുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്നുള്ളതിന് വരുന്നത്. അപ്പൊ ഇത് കുറെ ഇത് വരുന്നുണ്ട്. അതായത് എനർജി തന്നെയാണ് ബേസിക് ആയിട്ട് കൊടുക്കുന്നത്. ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP വരാം, DGTP വരാം, DCTP വരാം, DTTP വരാം. അതായത് തൈമിഡിൻ വരാം, സൈറ്റോസിൻ വരാം, ഗ്വാനിൻ വരാം, അഡിനിൻ വരാം. DNA വരുമ്പോൾ വരുന്നതാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അപ്പൊ ഇതിനെല്ലാം വരുന്ന ബിൽഡിംഗ് ബ്ലോക്ക്, ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കണം. അതായത് ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള, ഇപ്പൊ നമ്മൾ കോപ്പി എടുക്കുകയാണെങ്കിൽ പേപ്പർ കൊടുക്കുക എന്ന് പറഞ്ഞില്ല, അതേപോലെ ബേസിക് ആയിട്ടുള്ള അപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നു, ഇത് പ്രിപ്പയർ ചെയ്യണം. ആ ബേസ് പേപ്പർ കൊടുക്കുന്നത് പ്രൈമർ ആയിട്ട് കൊടുക്കാം. ദെൻ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഷി ഉപയോഗിക്കുന്നില്ലേ, ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ മഷി വെച്ചിട്ടാണല്ലോ അതിൽ പ്രിന്റ് വരുന്നത്. സോ ആ മഷിയുടെ അതേപോലെ ചെറിയ ആയിട്ടുള്ള ഈ കുറെ എനർജി യൂണിറ്റുകൾ, എനർജിയാണ് ഈ പറയുന്നതെല്ലാം എനർജികളാണ്. സോ ആ എനർജി യൂണിറ്റുകൾ കൊടുക്കാം. ദെൻ ടാഗ് പോളിമറൈസ്, ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ് ടാഗ് പോളിമറൈസ്. ദെൻ ബഫർ, അവിടെ pH ചേഞ്ച് ഒന്നും വരാതിരിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള, നമ്മൾ ഇലക്ട്രിക് കറണ്ട് എല്ലാം കൊടുത്തിട്ടാണ് ഒരു പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. കറണ്ട് കൊടുത്ത് അതിന് വേണ്ട മെഷീൻ വർക്ക് ചെയ്യിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. മെഷീൻ നന്നായിട്ട് മിക്സ് ചെയ്യാൻ, അതുപോലെ അതിലെ പ്രിന്ററിന്റെ ഒരു മൂവ്മെന്റ് കണ്ടിട്ടില്ല, അതിന്റെ അകത്തുള്ള മൂവ്മെന്റ്, അതേപോലെയുള്ള ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മളൊരു ബേസ് ആയിട്ടുള്ള ഒരു DNA ടെംപ്ലേറ്റ് കൊടുക്കണം, ഒരു പ്രൈമർ കൊടുക്കണം, പിന്നെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടുള്ള DNA ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ, ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ എനർജിയാണ്, ഇത് വർക്ക് ചെയ്യാനുള്ള എനർജി, കറണ്ട് കൊടുക്കുന്നില്ല അതേപോലെ. ദെൻ ടാഗ് പോളിമറൈസും ബഫറും, ഇതെല്ലാം കൊടുത്തിട്ടാണ് PCR നമ്മൾ റൺ ചെയ്യിക്കുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ നടക്കുന്നത് 94 to 96 ഡിഗ്രി സെൽഷ്യസിലാണ് ഡീനാച്ചുറേഷൻ നടക്കുന്നത്. ഇറ്റ് സെപ്പറേറ്റ് DNA സ്ട്രാൻഡ്. ഡീനാച്ചുർ ചെയ്യുമ്പോൾ DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ അനിലിംഗ് എന്ന് പറഞ്ഞാൽ 50 to 65 ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. പ്രൈമർ ടു ബൈൻഡ് കോംപ്ലിമെന്ററി ടാർഗറ്റ് സീക്വൻസ്. അപ്പൊ ഇതിന് കോംപ്ലിമെന്ററി ടാർഗറ്റ് സീക്വൻസിൽ ബൈൻഡ് ചെയ്യാൻ രണ്ട് സാധനങ്ങൾ ഒട്ടിക്കാൻ നമ്മൾ പശ വെച്ച് കൊടുക്കുന്നില്ലേ, അതേപോലെ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്രൈമേഴ്സിനെ കൊടുക്കുന്നു. പ്രൈമേഴ്സ് ടു ബൈൻഡ് കോംപ്ലിമെന്ററി ടാർഗറ്റ് സീക്വൻസ്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്ററി ടാർഗറ്റ് സീക്വൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതായിട്ട് ഒട്ടിച്ചേർക്കാനുള്ള പശ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ അതിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒട്ടിച്ചേർക്കുന്നതിന് നമ്മൾ അനിലിംഗ് എന്ന് പറയുന്നു. ദെൻ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതിന് വേണ്ട ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടാഗ് പോളിമറൈസ് സിന്തസൈസ് ന്യൂ DNA സ്ട്രാൻഡ്. അപ്പൊ ഡീനാച്ചുറേഷൻ, അനിലിംഗ്, എക്സ്റ്റൻഷൻ ആണ് സ്റ്റെപ്പ്. ടിപ്പിക്കലി 25 to 30 സൈക്കിൾസ് ആണ് റൺ ചെയ്തിട്ടാണ് ഒരു PCR ടെസ്റ്റ് റൺ ചെയ്യുന്നത്. അപ്പൊ ഈ 25 to 35 സൈക്കിൾ, ചിലതിൽ അത് കൂടുതൽ വരാം. ഇപ്പൊ CBNET-ലെല്ലാം അത് ഏകദേശം 58 സൈക്കിളൊക്കെ CBNET-ൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ട്രൂനാറ്റിൽ ഏകദേശം 58 to 60 സൈക്കിൾസ് തന്നെയാണ് ട്രൂനാറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം സൈക്കിൾസ് അത്രയും ചെയ്യുന്നുണ്ട്. അത് ഈ CBNET, ട്രൂനാറ്റ് ഒക്കെ TBക്ക് വേണ്ടി ചെയ്യുമ്പോൾ, മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിലെ TB ഡിറ്റക്ഷന് വേണ്ടി വരുമ്പോൾ അത്രയും ചെയ്യുന്നത്. ചിലപ്പോൾ വൈറസ് ആകുമ്പോൾ കുറച്ച് മതിയായിരിക്കും, വൈറസിന്റെ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വരുമ്പോൾ. അപ്പൊ അത് ടെസ്റ്റിനനുസരിച്ച് മാറും. എന്നാൽ പോലും ഇത് ഏകദേശം 25 to 35 സൈക്കിൾസ് ആണ് റൺ ചെയ്യുക. ചിലപ്പോൾ ഒരു സൈക്കിള് എടുത്തിട്ട് അത് സൈക്കിൾ ചെയ്ത് വരാൻ സമയം കൂടുതലാവും. എന്തായാലും അതിനനുസരിച്ച് എത്ര സൈക്കിൾസ് വേണമെന്നാണ്. നോർമലി ഒരു 58 to 60. അതുപോലെ ഇപ്പൊ ഈ റിഫോംബസ് റെസിസ്റ്റൻ ഒക്കെ ആണെങ്കിൽ 60 സൈക്കിൾസ് കംപ്ലീറ്റ് റൺ ചെയ്യാറുണ്ട്. അത് ഞാൻ ആ മെഷീന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാത്തിലും അങ്ങനെയല്ല, മാറ്റങ്ങൾ ഉണ്ടാവും. മെഷീൻ അനുസരിച്ച്, നമ്മുടെ ടെസ്റ്റ് പാരാമീറ്ററിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ടിപ്പിക്കലി ഒരു 25 to 35 സൈക്കിൾസ് ആണ് റൺ ചെയ്യുക. പക്ഷെ TBക്ക് അറൌണ്ട് 58 to 60 സൈക്കിൾസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ടൈപ്സ് ഓഫ് PCR, പല ടൈപ്പ് PCR ടെസ്റ്റ് ഉണ്ട്. കൺവെൻഷണൽ PCR എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മെത്തഡ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് മെത്തഡ് റൺ ചെയ്ത് പറയുന്നത്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൺവെൻഷണൽ PCR സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആണ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേഷൻ നടത്തിയിട്ടാണ് ചെയ്യുന്നത്, കൺവെൻഷണൽ PCR. ഇനി റിയൽ ടൈം PCR അല്ലെങ്കിൽ QPCR എന്ന് പറയും.
റിയൽ ടൈമും RT-PCR RT എന്നുള്ള ടേമുകൾ, റിയൽ ടൈമും RT, അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഈ QPCR. റിയൽ ടൈം PCR ചെയ്യുന്നത് ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് PCR ആണ്, ക്വാണ്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് PCR യൂസിങ് ഫ്ലൂറസെന്റ് ഡൈസ്, SIBR ഗ്രീൻ, ടാക്മാൻ എന്നൊക്കെ പറയുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത് റിയൽ ടൈം PCR. അപ്പോ RT-PCR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റഡ് PCR ഉണ്ട്, റിയൽ ടൈം PCR ഉണ്ട്. RT-PCR വേറെ, റിയൽ ടൈം PCR വേറെ. അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റഡ് PCR എന്നാണ് RT-PCR എന്ന് പറയാം. റിയൽ ടൈം PCR എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ക്വാണ്ടിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് റിയൽ ടൈം PCR എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുക. എവിടെ റിയൽ ടൈം PCR എന്ന് വരുന്നുണ്ടോ അവിടെ ക്വാണ്ടിഫിക്കേഷൻ മെഷർമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഡിറ്റക്ഷനേക്കാൾ കൂടുതൽ മെഷർമെന്റ് ആണ്. ദെൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ഓർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR അതല്ലെങ്കിൽ RT-PCR. സ്റ്റാർട്ട് വിത്ത് RNA, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റഡ് മേക്ക് cDNA ബിഫോർ PCR. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ RNA, ഇപ്പൊ RNA വൈറസുകൾ ഉണ്ടെങ്കിൽ RNA വൈറസിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, അതിൽ RNA ആയിരിക്കും ഉണ്ടാവുക. സോ ആ RNA നമ്മൾ DNA ക്ക് മാറ്റുന്നു ബൈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. HIV വൈറസിലെല്ലാം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഉണ്ട്. അതേപോലെ തന്നെ RNA നമ്മൾ DNA ക്ക് മാറ്റി ദെൻ നമ്മൾ PCR ചെയ്യുന്നു. DNA പോളിമറൈസ് വെച്ചിട്ടാണല്ലോ, പോളിമറൈസ് ചെയ്യുന്ന റിയാക്ഷൻ DNA പോളിമറൈസ്, എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, വെറും PCR, കൺവെൻഷണൽ PCR. പിന്നെ മൾട്ടിപ്ലക്സ് PCR എന്ന് പറയും. യൂസസ് മൾട്ടിപ്പിൾ പ്രൈമർ ടു ആംപ്ലിഫൈ ഡിഫറെന്റ് ടാർഗറ്റ് സൈമിൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. നമ്മളിത് എവിടെ ഈ സ്റ്റെപ്പിൽ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഷോർട്ട് ന്യൂക്ലിയോടൈഡ് കോംപ്ലിമെന്ററി ടു ദ എൻഡ് ഓഫ് ടാർഗറ്റ്. ഈ പ്രൈമേഴ്സ് നമ്മൾ മൾട്ടിപ്പിൾ പ്രൈമേഴ്സിന് യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലക്സ് PCR എന്ന് പറയുന്നത്. ഇനി നെസ്റ്റഡ് PCR എന്ന് പറഞ്ഞാൽ 2 റൗണ്ട് ഓഫ് PCR ടു ഇൻക്രീസ് സ്പെസിഫിസിറ്റി. അപ്പൊ 25 to 30 സൈക്കിൾ ചെയ്യുന്നതിന് പകരം 60 സൈക്കിൾ ചെയ്യും. 2 റൗണ്ട് ഓഫ് PCR ടു ഇൻക്രീസ് സ്പെസിഫിസിറ്റി, അതാണ് നെസ്റ്റഡ് PCR വരുന്നത്. ഇനി ടച്ച് ഡൗൺ PCR, വാരീസ് അനലിംഗ് ടെമ്പറേച്ചർ ടു എൻഹാൻസ് സ്പെസിഫിസിറ്റി. അപ്പൊ ഈ പറയുന്ന ഇവിടെയുള്ള അനലിംഗ് ടെമ്പറേച്ചർ 50 to 65 ഡിഗ്രിക്ക് പകരം ആ ടെമ്പറേച്ചർ വാരി ചെയ്തിട്ട് സ്പെസിഫിസിറ്റി കൂട്ടുന്നതാണ് ടച്ച് ഡൗൺ PCR. ദെൻ ഡിജിറ്റൽ PCR, അബ്സല്യൂട്ട് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് DNA യൂസിങ് പാർട്ടീഷനിങ്. അപ്പോൾ ഈ ഡിജിറ്റൽ PCR എന്ന് പറഞ്ഞാൽ റിയൽ ടൈം PCR പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ദെൻ ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറഞ്ഞാൽ എൻസൈം ആക്ടിവേഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു റെഡ്യൂസ് നോൺ സ്പെസിഫിക് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എൻസൈം ഹൈ ടെമ്പറേച്ചറിൽ ആക്ടിവേറ്റ് ആവുന്ന എൻസൈം ആയിരിക്കും. എൻസൈം ബേസിക് പ്രോട്ടീൻ ആണ്, എന്നാൽ പോലെ ഇതിന് ഹൈ ടെമ്പറേച്ചർ, എന്നിട്ട് ആ ഹൈ ടെമ്പറേച്ചർ മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് എല്ലാം ആക്ട് ചെയ്യില്ല. ഈ സ്പെസിഫിക് എൻസൈം മാത്രം, നമ്മൾ കൊടുക്കുന്ന എൻസൈം മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലാബിലെ മെഷീൻസിൽ അവരുടെ റിയേജന്റ് മാത്രമുള്ള ക്ലോസ്ഡ് സിസ്റ്റം ബാർകോഡ് തരുമ്പോൾ പിന്നെ അവരുടെ റിയേജന്റ് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത് മാത്രമേ വർക്ക് ചെയ്യൂ, വേറൊന്നും വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എൻസൈം ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന എൻസൈം ആക്കുക, സ്പെസിഫിക് എൻസൈം. എന്നിട്ട് അത് വെച്ചിട്ട് അപ്പൊ ഹൈ ടെമ്പറേച്ചറും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ എൻസൈം വർക്ക് ചെയ്യും, ബാക്കിയെല്ലാം സപ്രസ്ഡ് ആവും. അതിനാണ് ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറയുന്നത്. അപ്പൊ കൺവെൻഷണൽ PCR ഉണ്ട്, റിയൽ ടൈം PCR ഉണ്ട്, RT-PCR ഉണ്ട്, മൾട്ടിപ്ലക്സ് ഉണ്ട്, നെസ്റ്റഡ് PCR ഉണ്ട്, ടച്ച് ഡൗൺ PCR ഉണ്ട്, ഡിജിറ്റൽ PCR, ദെൻ ഹോട്ട് സ്റ്റാർട്ട് PCR. ഇനി PCRന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. COVID-19, TB ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ PCR ചെയ്യാം. ഇപ്പൊ TB ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് PCR ചെയ്യാം, CBNAT ചെയ്യാം. CBNAT എന്ന് പറഞ്ഞാൽ കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അവിടെ ന്യൂക്ലിക് ആസിഡിനെ ആംപ്ലിഫൈ ചെയ്യാണ്, PCR തന്നെയാണ്. ട്രൂനാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ട്രൂ എന്ന് പറയുന്ന ആക്ച്വലി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ് ട്രൂനാറ്റ് ടെസ്റ്റുകൾ. അപ്പൊ ഇന്ത്യൻ എന്നുള്ളതിനൊരു വേണ്ടിയിട്ട് ശരിക്കുമുള്ള ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനി ഇട്ട പേരാണ് ട്രൂനാറ്റ്. ദെൻ ജെനറ്റിക് ഡിസീസ് ഡയഗ്നോസിസ്, ഒരുപാട് ജെനറ്റിക് ഡിസീസ് ഈ DNA എക്സ്ട്രാക്ട് ചെയ്ത് ജെനറ്റിക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ദെൻ ഫോറൻസിക്കൽ DNA ഫിംഗർ പ്രിന്റിങ്ങിലെല്ലാം ഈ PCR ഉപയോഗിക്കാം. ക്ലോണിങ്ങില് ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസ്, ക്ലോണിങ് എടുക്കുക. അപ്പൊ നമ്മൾ ഡോളി എന്നുള്ള ചെമ്മരിഞ്ഞ് ക്ലോണിങ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിനെയാണ് നമ്മൾ ആദ്യം
ഡെവലപ്പ് ചെയ്തെടുത്ത്. അങ്ങനെ ക്ലോണിങ്. അപ്പൊ എക്സാക്ട് ഡിറ്റോ കോപ്പി ആയിരിക്കും. അപ്പൊ അത് മനുഷ്യന്മാരിൽ ചെയ്യാനെല്ലാം റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മരിച്ചുപോയ ഒരാള് ആരോ ആയിക്കോട്ടെ, അവരെ ക്ലോണിങ്ങിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിത്വം, ഇപ്പോ നമ്മുടെ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള ISRO സയന്റിസ്റ്റ് ആയിട്ടുള്ള അത്രയും ബ്രില്യന്റ് ആയ മനുഷ്യൻ. അദ്ദേഹത്തെ നമ്മൾ ക്ലോണിങ്ങിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഒരുപാട് സഫർ ചെയ്ത് പഠിച്ച് രാമേശ്വരത്തൊരു മുക്കുവ കുടുംബത്തിലെല്ലാം ജനിച്ച് അങ്ങനെ വന്ന് പല സിറ്റുവേഷനിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറിയിട്ടാണ് അത്രയും നല്ലൊരു ISRO ഒരു പൊസിഷനിൽ എത്തി ദെൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് മാറിയത്. ബട്ട് ഇനി അങ്ങനൊരു ക്ലോണിങ്ങിലൂടെ അദ്ദേഹത്തിന്റെ ജീൻ എടുത്ത് ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ വേറെ ഈ ഇങ്ങനെയുള്ള സ്ട്രഗിൾസ് ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലുള്ള ഒരാളായിരിക്കില്ല. ആ അപ്പിയറൻസ് മാത്രം, ആ ബുദ്ധി കിട്ടുമായിരിക്കും, ആ അപ്പിയറൻസ് കാര്യങ്ങൾ എല്ലാം കിട്ടുമായിരിക്കും. എന്നാൽ പോലും ചിലപ്പോൾ ആ ലെവലിലേക്ക് അദ്ദേഹം മാറില്ല. ചിലപ്പോൾ വല്ല ഇഷ്ടങ്ങൾ താല്പര്യങ്ങളെല്ലാം ചിലപ്പോൾ വേറെ ചോയ്സ് ആയിരിക്കും. ഈ നമ്മുടെ ഈ സ്പേസ് റിസർച്ചിലേക്ക് പോകുന്നതിന് പകരം വേറെ എന്തെങ്കിലും താല്പര്യപ്പെട്ട് അങ്ങനെ പോകുന്ന ആളായിരിക്കാം. അപ്പൊ അതിന് പ്ലസിനൊപ്പം തന്നെ ഒരുപാട് മൈനസ് ഉണ്ട്. ഒരാളെ അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അത് എവിടെയും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ മൈക്കിൾ ജാക്സനെ റീപ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് പേരെ റീപ്രൊഡ്യൂസ് ചെയ്താൽ അവര് കുട്ടിയായിട്ട് ജനിച്ച് വളർന്നു വരാൻ സമയമെടുക്കും. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ അവരുടെ എല്ലാ ക്വാളിറ്റീസും ഉള്ള അതേ ക്വാളിറ്റീസ് ഉള്ള ആ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്താൽ അത് എല്ലാ ക്വാളിറ്റിയിലും വരും. ഇപ്പോ ഒരേപോലത്തെ ഒരേ ആളെ തന്നെ രണ്ട് സിറ്റുവേഷനിൽ വളർത്തിയാൽ അവർ രണ്ട് രീതിയിലായിരിക്കും അവരുടെ ക്വാളിറ്റികളെല്ലാം വരും. അപ്പൊ അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ആണ്. ക്ലോണിങ് അങ്ങനെ ചെയ്യാൻ പാടില്ല. മൃഗങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ ക്ലോണിങ് വെച്ച് ചെയ്തിട്ട് ഒരു എക്സ്റ്റിങ്ഷൻ വന്നൊരു ഗ്രൂപ്പിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസ് അതിനെല്ലാം ചെയ്യാൻ പറ്റും. ദെൻ പ്രീനേറ്റൽ സ്ക്രീനിങ്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലും ജെനറ്റിക് ഡിഫക്റ്റുകൾ ഉണ്ടോ എന്നെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് PCR വെച്ച് ഡിറ്റക്ട് ചെയ്യാം. അടുത്തതാണ് ഫിഷ്, ഫ്ലൂറസെൻസ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ. ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഓർ ഫിഷ്. ഇറ്റ് ഇസ് എ സൈറ്റോജെനറ്റിക് ടെക്നിക്. സൈറ്റോജെനറ്റിക്കിലുള്ള ടെക്നിക്കാണ് യൂസസ് ഫ്ലൂറസെന്റ് പ്രോബ് ടു ഡിറ്റക്ട് ആൻഡ് ലോക്കലൈസ് സ്പെസിഫിക് DNA സീക്വൻസ് ഓൺ ക്രോമസോം. അപ്പൊ ക്രോമസോമിലുള്ള DNA സീക്വൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂറസെന്റ് പ്രോബുകളാണ് ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. സോ നമ്മൾ ആദ്യം അതിന് പ്രൊസീജിയറിന്റെ സ്റ്റെപ്പാണ് പറയുന്നത്. സാമ്പിൾ പ്രിപ്പറേഷൻ, അതായത് ഇത്രയേ ഉള്ളൂ. ഫ്ലൂറസെന്റ് പ്രോബ്സ് വെച്ചിട്ട്, ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോവർ എനർജി ലൈറ്റ്, ലോവർ വേവ് ലെങ്ത് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അതിനെ ഹയർ എനർജി ലെവലിലേക്ക് മാറ്റുന്നു. നമ്മൾ റോഡിലെല്ലാം കാണുന്ന ഫ്ലൂറസെന്റ് ബോർഡുകളും എല്ലാം ഒരുപാട് കാണാറുണ്ട്. നൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് ഉള്ള പോലെ കാണുന്ന ഫ്ലൂറസെന്റ് ബോർഡുകൾ. അത് രാത്രി നമ്മുടെ ഈ വണ്ടിയുടെ ലൈറ്റ് എല്ലാം അടിക്കുമ്പോൾ ആ ലൈറ്റിന് ആ വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അതിന്റെ ഹയർ എൻഡിലുള്ള അല്ലെങ്കിൽ അതിനെ ഹൈ വേവ് ലെങ്തിലുള്ളതിനാക്കി കൺവേർട്ട് ചെയ്ത് വിടുന്നു. സോ അതുപയോഗിച്ച് DNA സീക്വൻസിൽ, ക്രോമസോംസിൽ DNA സീക്വൻസ് ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. സോ സാമ്പിൾ പ്രിപ്പറേഷൻ, സെൽസ് ഫിക്സ്ഡ് ഓൺ എ സ്ലൈഡ് ആൻഡ് പെർമിബിലൈസ്. അതിനെ സ്ലൈഡിനെ ഒന്ന് ഫിക്സ് ചെയ്യുന്നു. നമ്മുടെ ഈ സെൽസിനെല്ലാം അതിലാദ്യം ഫിക്സ് ചെയ്യുന്നു. ദെൻ ഡീനാച്ചുർ ചെയ്യുന്നു. ഡീനാച്ചുർ ചെയ്യുന്ന എന്തിനാ, DNA നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി DNA യൂഷ്വലി വിത്ത് ഹീറ്റ് ചൂടാക്കിയിട്ട് ഡീനാച്ചുർ ചെയ്യുന്നു. ദെൻ ഹൈബ്രിഡൈസേഷൻ, ഫ്ലൂറസെന്റ്ലി ലേബിൾഡ് DNA പ്രോബ് ഈസ് അപ്ലൈഡ് ഓൺ ദ സ്ലൈഡ്. അപ്പൊ ഫ്ലൂറസെന്റ് ലേബിൾ ആയിട്ടുള്ള DNA പ്രോബുകൾ, അതായത് അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സാധനങ്ങളെ ഫ്ലൂറസെന്റ് ലേബിൾ ചെയ്ത് അതിലേക്ക് വിടുന്നു. ദെൻ വാഷിംഗ് ടു റിമൂവ് അൺബൗണ്ട് പ്രോബ്. അപ്പൊ ഒരുപാട് പ്രോബ് കൊടുക്കുന്നു. എവിടെ പോയിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നോ അവിടെ മാത്രം, അത് അറ്റാച്ച്മെന്റ് നടന്നാൽ മാത്രം ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കിയെല്ലാം നമ്മൾ വാഷ് ചെയ്ത് കളയുന്നു. ദെൻ വിഷ്വലൈസേഷൻ യൂസിങ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് നമ്മൾ പ്രോബുകൾ യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചാൽ ലോക്കസ് സ്പെസിഫിക് എന്ന് പറയും. പർട്ടിക്കുലർ ജീനോ റീജിയന് വേണ്ടിയിട്ടാണെങ്കിൽ ലൊക്കേഷൻ, ആ സ്പെസിഫിക് ജീനോ റീജിയനോ വേണ്ടിയിട്ടാണെങ്കിൽ ലോക്കസ് സ്പെസിഫിക് എന്ന് പറയുന്നു.
സെൻട്രോമെറിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് അറ്റ് സെൻട്രോമിയേഴ്സ്. സെൻട്രോമിയറിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ക്രോമസോമിന്റെ സെൻട്രോമിയർ, ടിലോമിയർ ഇങ്ങനെ എല്ലാം പറയുന്നില്ലേ. അപ്പൊ അതിൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ഓൺ സെൻട്രോമിയർ ആണ് സെൻട്രോമെറിക് പ്രോബ് വെച്ച് ഡിറ്റക്ട് ചെയ്യുന്നത്. ഹോൾ ക്രോമസോം പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ക്രോമസോം പെയിന്റ്, എല്ലാ ഹോൾ ക്രോമസോമിനെയും ഇത് ഈ ഫ്ലൂറസെന്റ് ഡൈ വെച്ച് പെയിന്റ് ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് ഫുൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഹോൾ ക്രോമസോം പെയിന്റ് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ജീനോ പ്രത്യേകിച്ച് റീജിയനോ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സെൻട്രോമിയറിൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഹോൾ ക്രോമസോം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോബ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ഫിഷ് ടെക്നിക്ക് വഴി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ ക്യാൻസർ ഡിറ്റക്ഷന്, ക്യാൻസർ ഡയഗ്നോസിന് നമുക്ക് യൂസ് ചെയ്യാം. ഡിറ്റക്ട് ജീൻ ആംപ്ലിഫിക്കേഷൻ, അതായത് ഹ്യൂമൺ എപ്പിത്തീലിയൽ റിസപ്റ്റർ 2 എന്ന് പറയുന്ന HER2 ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. ട്രാൻസ്ലൊക്കേഷൻ വരുമ്പോൾ BCR ABL, അതാണ് ട്രാൻസ്ലൊക്കേഷൻ വരുന്നത്. BCR ABL എന്നുള്ള ട്രാൻസ്ലൊക്കേഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ പ്രീനേറ്റൽ ടെസ്റ്റിംഗ്, ഡിറ്റക്ട് അന്യൂപ്ലോയിഡി, ഡൗൺ സിൻഡ്രോം പോലെയുള്ള പ്രീനേറ്റൽ, അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള ഡിറ്റക്ട് ചെയ്തിട്ട് അന്യൂപ്ലോയിഡി അല്ല ഡൗൺ സിൻഡ്രോം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിൻഡ്രോമിക് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് എടുത്തിട്ട് കാരിയോടൈപ്പിംഗ് ചെയ്യാം. അതേപോലെ അത് ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഫിഷ് വെച്ച് ചെയ്യാം. ദെൻ ജെനറ്റിക് മാപ്പിംഗ്, ലോക്കലൈസ് ജീൻ ഓൺ ക്രോമസോം, എന്തെങ്കിലും നമ്മുടെ ക്രോമസോമിൽ എന്തെങ്കിലും ഡിസീസ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ ആ ജീനിനെ ലൊക്കേറ്റ് ചെയ്യാനും അതിന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ജെനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തി ആ ജീനിനെ റിമൂവ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ വരാത്തൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ജനറേഷൻ. ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഐഡന്റിഫൈ മൈക്രോബ്സ് ഇൻ ക്ലിനിക്കൽ സാമ്പിൾ, അതിന് നമുക്ക് ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഫിഷ് ടെക്നിക്ക് യൂസ് ചെയ്യാം. സോ ഈ ഫിഷിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലൂറസെൻസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു റിയാക്ഷൻ നടന്നാൽ, ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ നടന്നാൽ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് വെച്ച് ഡിറ്റക്ട് ചെയ്യും. റാപ്പിഡ് റിസൾട്ട് ആണ്. ഫ്ലൂറസെൻസ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കാര്യങ്ങളാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ്. ക്യാൻ ബി യൂസ്ഡ് ഓൺ ഇന്റർഫേസ് സെൽ, നോ നീഡ് ഫോർ മെറ്റാഫേസ്. അതായത് അറസ്റ്റിംഗ് ദ ഡിവൈഡിംഗ് സെൽ അറ്റ് മെറ്റാഫേസ് കാരിയോടൈപ്പിംഗിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അത് ഇന്റർഫേസ് ന്യൂക്ലിയസ് അതിലെല്ലാം വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഫിഷിന്റെ അഡ്വാൻറ്റേജ്.